Hi dears, welcome to Aadish Creations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു airdryclay necklace ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ airdryclay എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചപ്പാത്തി സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കണ്ടോ, ഞാൻ പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു ടൂൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ചുറ്റിക്ക അല്ലെങ്കിൽ അത് മതി. അപ്പോൾ ഞാനത് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഐയുടെ ഒരു ഷേപ്പിലാണ് ഞാനിത് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നൈഫ് ടൂൾ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡൊക്കെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് നമുക്കൊന്ന് കൊടുക്കാം. പിന്നെ നമുക്കിതുപോലെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് നമുക്ക് എൻ്റെ സൈഡിലുള്ള ഭാഗം പൊങ്ങി നിൽക്കില്ലേ, ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ അങ്ങ് മാറിക്കോളും. ഇതിൻ്റെ എഡ്ജൊക്കെ നല്ലതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇതുപോലെ നമുക്ക് കിട്ടുമേ. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുക, എന്നിട്ട് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് സെൻറ്റർ നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു സിമ്പിൾ കിട്ടും. എന്നിട്ട് പിന്നെ നമ്മുടെ റിഫില്ലർ വെച്ചിട്ട് അതിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഹോൾ കിട്ടും. ഇനി ഈ ഒരു നൈഫ് തന്നെ എടുത്തിട്ട് നമുക്ക് ഒരു പീക്കോക്ക് ഫെദറില്ലേ, അതിൻ്റെ ഒരു മോഡലിൽ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മളിതായി ഈ ഒരു ടൂളോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കുറേ ഡോട്ട്സ് ഇട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത് നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കിതാ ഇതുപോലെ സ്റ്റിക്ക് ബീഡ് ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിപ്പം ഞാൻ ഡ്രൈ ചെയ്തെടുത്തതാണ്. ഇത് സ്റ്റിക്ക് ബീഡ് രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് നമ്മൾ ഐ പിന്ന് വെച്ചിട്ട് നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ സ്റ്റഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡ് ഇതുപോലത്തെ ഈ മോൾഡ് വെച്ചിട്ട് ബാക്ക് വശവും ഫ്രണ്ട് വശവും ആയിട്ടുള്ളത് വലുപ്പവും സ്മോളും ലാർജും ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ ലോക്കറ്റ് നമ്മൾ ചെയ്തിരുന്നില്ലേ, അതേപോലെ തന്നെ സെയിം വേയിൽ തന്നെ നമുക്ക് ഇതും സ്റ്റഡും നമുക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റഡിന് ഹാങ്ങിങ്ങും അങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സെൻട്രലായിട്ടൊരു പോയിന്റ് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഓരോ പെൻഡൻറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിക്ക് ബീഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോകാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ബ്ലാക്ക് കളറും.
ആദ്യം നമുക്ക് പെൻഡൻ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പെയിൻറ്റ് എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ലൂസായിട്ട് നമുക്ക് പെയിൻറ്റ് കിട്ടും. നമുക്ക് ആദ്യം തന്നെ മുകളിൽ നിന്ന് വേണം ഈ പെയിൻറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് നമ്മളൊരു 3rd കോട്ട് വരെയൊക്കെ നമുക്ക് ചെയ്യാം. ചില പെയിൻറ്റുകളെന്ന് പറയുമ്പോൾ ചിലത് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും, ചിലത് 2-3 കോട്ടൊക്കെ അടിച്ചെങ്കിലേ കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കത്തുള്ളേ. എന്നിട്ട് നമ്മുടെ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ഒരു നടുക്കുള്ള ആ ഒരു റൗണ്ട് നമ്മൾ ആദ്യം ഒരു ക്യാപ്പ് വെച്ച് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് ബ്ലാക്ക് കളർ കൊടുക്കണം. അതിൻ്റെ സെൻട്രൽ പോയിൻറ്റിൽ നമ്മൾ യെല്ലോ കളറും കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡിൻ്റെയൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലെ ഒരു പോയിൻ്റ് നമ്മൾ കൊടുത്തിരുന്നല്ലോ, ആ പോയിൻ്റ് ഒന്ന് നമ്മളിതുപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ടേ. ഉണ്ടോ, ബ്രഷ് വെച്ചും ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും പോകത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കുവേ. ഇനി നമ്മൾ കുറേ ലൈൻസ് കൊടുത്തിരുന്നല്ലോ, ആ ലൈൻസിൽ കൂടി ലൈറ്റായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. ഒരുപാട് കട്ടിക്ക് വേണ്ട, ഒരു ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതിയേ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ലോക്കറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഇന്നത്തെ എയർഡ്രൈക്ലേ ജ്വല്ലറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.